This is GB Sebastian. Welcome to GB's classes. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ 14ാമത്തെ ലെസൻ്റെ 2ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഖാൻ പാൻ കി ബദൽത്തി തസ്വീർ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം കാണണം, ഇത് 2ാമത്തെ പാർട്ടാണ്. ഖാൻ പാൻ की जो एक मिश्रित संस्कृति बनी है, इसके अपने सकारात्मक पक्ष भी है. ഇപ്പോൾ ഒരു ഭക്ഷണ രീതികളുടെ ഒരു മിക്സ്ചറായിട്ടുള്ള ഒരു കൾച്ചറാണ് ഇപ്പോൾ. പല വെസ്റ്റേൺ കൾച്ചറും അതുപോലെ തന്നെ ലോക്കൽ ഫുഡും അതുപോലെ മറ്റ് സ്ഥലത്തുള്ള ഫുഡും അതെല്ലാം കൂടി ഒരു മിശ്രിത് സംസ്കൃതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് സൈഡും ഉണ്ടെന്നാണ് പറയുന്നത്. ഉസ്കി ഇൻകെ അപ്പിനെ സകാരാത്മക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പക്ഷ് അല്ലെങ്കിൽ സൈഡും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. गृहिणियों और कामकाजी महिलाओं को अब जल्दी तैयार हो जाने वाले विविध व्यंजनों की വിധിയാ ഉപലബ്ധ ഹെ. ഇപ്പോൾ ഹൗസ് വൈഫിനും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ഒക്കെ ജൽദി തയ്യാർ ഹോ ജാനെ വാലെ വിവിധ് വ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ, അതുണ്ടാക്കാവുന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ്, അത് റെസിപ്പികൾ ഇവർക്കറിയാം. ഈ പല ഭക്ഷണങ്ങളും നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമായത് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഈ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അതിനെക്കുറിച്ചെല്ലാം അറിയാം. അതൊരു നല്ല കാര്യമാണ്. നയി പീഡിക്കോ ദേശ് വിദേശ് കെ വ്യഞ്ജനോ കോ ജാനേ കാ സുയോഗ് മിലാ ഹെ. അപ്പോൾ നയി പീഡി അല്ലെങ്കിൽ ന്യൂ ജനറേഷന് അവരുടെ ദേശത്തുള്ളതും അതുപോലെ തന്നെ വിദേശത്തൊക്കെ ഉള്ള പല ഭക്ഷണ രീതികളെക്കുറിച്ചും അല്ലെങ്കിൽ ഭക്ഷണത്തിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു നല്ലൊരു അവസരം, ഒരു സൗഭാഗ്യം കിട്ടി. ഭലഹി കിനി കാരണോസെ ഓർ കിനി ഖാസ് രൂപമേ, പല കാരണം കൊണ്ടോ അല്ലെങ്കിൽ പല രൂപം കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, പല കാരണങ്ങളുണ്ട്. അപ്പോൾ क्योंकि ये भी एक सच्चाई है कि विविध व्यंजन इन्हें निखालिस रूप में उपलब्ध नहीं है. അപ്പോൾ എന്താണോ അതിൻ്റെ ആക്ച്വൽ റെസിപ്പി, അതിൻ്റെ നാട്ടിലുള്ള എന്താണോ അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതില്ലെങ്കിൽ പോലും പല ഏകദേശമൊക്കെ അതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ള ദേശത്തെയും വിദേശത്തെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പഠിച്ചു ആൾക്കാർ, പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡാണെന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കഴിഞ്ഞപ്പോൾ ഈ ട്രാൻസ്ഫർ പോളിസിയൊക്കെ ഉണ്ടായി. ഒരു സ്റ്റേറ്റിലുള്ള മറ്റ് സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട്, അങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് സ്ഥാനാന്തരം എന്നാണ് അതിന് പറയുന്നത്, ട്രാൻസ്ഫർ. അതൊക്കെ നടക്കുന്ന കാരണം ഇസ്കെ കാരൺ ഭി ഖാൻ പാൻ കി ചീസോ കിസി ഏക് പ്രദേശ് സെ ദൂസരി പ്രദേശ് മേ പहुंची है. അപ്പോൾ ഒരു പ്രദേശത്തുള്ള ഭക്ഷണ സാധനങ്ങൾ മറ്റ് പ്രദേശങ്ങളിലോട്ട്, മറ്റ് സ്ഥലങ്ങളിലോട്ട് അങ്ങനെ എത്തിപ്പെട്ടു. പहुंची है, എത്തി. बड़े शहरों के मध्यम वर्गीय स्कूलों में जब दोपहर के टिफ़िन के वक्त बच्चों के टिफ़िन डब्बे खुलते हैं तो उनसे विभिन्न प्रदेशों के व्यंजनों की एक खुशबू उड़ती है. ഇവിടെ അതിനെ എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ വലിയ സിറ്റികളിൽ പല പ്രദേശത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും, എക്സാമ്പിൾ ഒരു ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സ്കൂളിൽ അവിടുത്തെ ഈ ആൾക്കാരുടെ എല്ലാം കുട്ടികളും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളും പല സ്വാതന്ത്ര്യമായിരിക്കാം, പല സ്ഥലത്തെ ഭക്ഷണങ്ങളായിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് അവർ ലഞ്ചിൻ്റെ സമയത്ത് ടിഫിൻ ഡബ്ബ, അതായത് ടിഫിൻ ബോക്സ് തുറന്നു കഴിയുമ്പോൾ ഖുൽത്തെ ഹെ, അങ്ങനെ തുറക്കുമ്പോൾ ഉൻസെ വിഭിന്ന പ്രദേശോക്ക് വ്യഞ്ജനോക്ക് ഏക് ഖുശ്ബു ഉടുത്തി ഹെ, പല സ്ഥലത്തുള്ള ഭക്ഷണങ്ങളുടെ ആ മണം അല്ലെങ്കിൽ ആ നല്ല സുഗന്ധം അത് ഇങ്ങനെ വരും. ഓക്കെ. ഹം ഖാൻ പാൻ സെ ഭി ഏക് ദൂസരെ കോ ജാനത്തെ ഹെ, നമ്മൾ ഓരോരുത്തരെയും ഭക്ഷണം
രീതികൾ വെച്ചുകൊണ്ട് പോലും നമുക്ക് ഓരോരുത്തരെ തിരിച്ചറിയാൻ പറ്റും. यह दृष्टि से इस दृष्टि से देखें तो खान पान की नई संस्कृति में हमें राष्ट्रीय एकता के लिए एक नए बीज भी मिल सकते हैं. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഇസ് ദൃഷ്ടിസ് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഖാൻ പാൻ കി നൈ സംസ്കൃതിമേ ഈ പുതിയ കൾച്ചർ, ഈ ഭക്ഷണ രീതികളുടെ ഈ പുതിയ കൾച്ചർ, ഒരു മിക്സറായ കൾച്ചർ, അതിൽ നമുക്ക് രാഷ്ട്രീയ ഏക്താക്ക് ലിയേ നയേ രാഷ്ട്രീയ ഏക്ത നാഷണൽ യൂണിറ്റിക്കുള്ള ഒരു വിത്ത്, ഒരു നയി ബീജ് ബി മിൽ സക്തേ ഹൈ, ഒരു വിത്ത്, ഇത് ആ രാഷ്ട്രീയ ഏകതയ്ക്കുള്ള ഒരു കാരണം ആയേക്കാം ഈ മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ പല സ്ഥലത്തുള്ള ഭക്ഷണ രീതികൾ. ഓക്കെ, അപ്പോൾ ബീജ് ബലിവാന്തി തബി അങ്കുരിത് ഹോങ്കെ. അപ്പോൾ ആ ബീജ്, ആ വിത്ത് എപ്പോഴായിരിക്കാം എന്താണ് മുളയ്ക്കുക, അല്ലെ അങ്കുരിത് ഹോന എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്നത് എപ്പോഴായിരിക്കാം? ജബ് ഹം ഖാൻ പാൻ സെ ജുഡി ഹുയി ദൂസരി ചീസോं की और भी ध्यान देंगे. നമ്മൾ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തോട് അനുബന്ധിച്ച് അവരുടെ പല കാര്യങ്ങളും അതിലൊക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു നാഷണൽ യൂണിറ്റി ഉണ്ടാവുള്ളൂ. ആ നാഷണൽ യൂണിറ്റി എന്ന വിത്ത് അത് അപ്പോഴേ മുളയ്ക്കുള്ളൂ എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ മസ്ലൻ ഹം ഉസ് ബോലി ബാനി, അവരുടെ സംസാരം, അവരുടെ വാണി സൗണ്ട്, അതുപോലെ തന്നെ ഭാഷാഭൂഷ, അവരുടെ ഭാഷയും, അതുപോലെ തന്നെ അവരുടെ ഭൂഷണം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണം, ആദി കോ ഭി കിസി ന കിസി രൂപ് മേ ജ്യാദാ ജാനേങ്കെ. അപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ ഭക്ഷണം മാത്രമല്ല, അവരുടെ ഭാഷയും അവരുടെ വേഷവും അവരുടെ കൾച്ചറും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ജോ കിസി ഖാൻ പാൻ വിശേഷ് സെ ജുഡി ഹുയി ഹെ, ആ ഒരു ഖാൻ പാൻ, ആ ഒരു ഭക്ഷണ രീതിയുമായിട്ട് അനുബന്ധിച്ച്, അതുകൂടാതെ ഒരാളുടെ വേഷവും അയാളുടെ ഭാഷയും അവരുടെ കൾച്ചറും ഒക്കെ പഠിക്കാൻ ഇങ്ങനെ സാധിക്കുമെന്ന് ലേഖകൻ പറയുന്നു. ഇസിക്ക് സാത്ത് ധ്യാൻ ദേനെ കി ബാത് യേ ഹെ, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ധ്യാൻ ദേനെ കി ബാത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥാനീയ വ്യഞ്ജനോ കാ പുനരുദ്ധാർ ഭി ജറൂരി ഹെ. സ്ഥാനീയ വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കലായി കിട്ടുന്ന സാധനങ്ങൾ, നമ്മുടെ വീടിനടുത്ത് കിട്ടുന്ന നല്ല സാധനങ്ങൾ, നല്ല ഭക്ഷണം, അതിൻ്റെ പുനരുദ്ധാരം എന്ന് പറഞ്ഞാൽ അത് പിന്നെയും അതിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആൾക്കാർക്ക് സമയമില്ലാതെ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ അതിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പൈസ കൂടുതൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് വേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ ബിസിയായ ലൈഫിൽ അതൊന്നും ഉണ്ടാക്കാൻ ആൾക്ക് സമയമില്ല. പക്ഷേ അതിൻ്റെ പുനരുദ്ധാർ, അതിൻ്റെ പുനരുജ്ജീവനം കൂടി വേണമെന്ന് ലേഖകൻ പറയുകയാണ്. ജിനെ അബ് എഥനിക് കേക്കർ പുക്കാറിനെ ക ചലൻ ബടാ ഹെ. അപ്പോൾ ആ ലോക്കൽ ഫുഡ്സിനെ ഇപ്പോൾ എഥനിക് ഫുഡ് എന്നാണ് വിശേഷിപ്പിച്ച്, അതാണ് ഇപ്പോൾ എഥനിക് ഫുഡ് ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്നത്. ऐसे स्थानीय व्यंजन केवल 5 सितारे होटलों के प्रचारार्थ नहीं छोड़ दिए जाने चाहिए. അപ്പോൾ അങ്ങനെയുള്ള എത്തനിക് ഫുഡ് ഇപ്പോൾ എവിടെ കിട്ടുന്നുള്ളൂ? 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് വിടരുത്, അങ്ങനെ ആവാൻ അനുവദിക്കരുത് എന്ന് ലേഖകൻ പറയുന്നു. 5 സിതാരെ ഹോട്ടലോ മേ വേ കബി കബാർ മിൽത്തെ രഹേ. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ, 5 സിത്താര എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലുകൾ അത് കബി കബാർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഘർ ബാസാറോ സെ ഗായബ് ഹോ ജായേ തോ യഹ് ഏക് ദുർഭാഗ്യ ഹി ഹോഗ. അപ്പോൾ അവിടെ കിട്ടിക്കോട്ടെ, സാരമില്ല. പക്ഷേ ഘർ ബാജാർ, ഘർ എന്ന് പറഞ്ഞാൽ വീടുകളിലും അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിൽ നിന്നെല്ലാം ഈ ഫുഡ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗായബ് ഹോ ജായേ, ഗായബ് ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായി മാറുക. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതൊരു ദുർഭാഗ്യമായി മാറും. അത് ശരിയല്ല എന്ന് ലേഖകൻ പറയുന്നു. അച്ചി തരവ് ബനായി പക്കായി ഗൈ പൂടിയ കച്ചോടിയ ജിലേബിയ. അപ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിയ പൂരി എന്ന് പറഞ്ഞാൽ പൂരിയെ വേണം. കച്ചോറി എന്ന് പറഞ്ഞാൽ അതും പൂരി പോലെ തന്നെ ഉള്ളിൽ കുറച്ച് സ്റ്റഫിങ് ഒക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ജിലേബി. അപ്പോൾ അതെല്ലാം ബാജാറോസെ ഗായബ് ഹോ രഹി ഹെ. അതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ നന്നായി പാചകം ചെയ്ത ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാതെ ആയിക്കൊണ്ടിരിക്കുന്നു.
मौसमी सब्जियों से भरे हुए समोसे भी अब कहाँ मिलते हैं. മൗസമി സബ്ജി എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിനനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് കിട്ടുന്ന സബ്ജി വെജിറ്റബിൾസ് അത് നിറച്ചുണ്ടാക്കിയ സമോസയെല്ലാം ഇപ്പോൾ എവിടെ കിട്ടുന്നു? അത് കിട്ടാൻ വഴിയില്ല. ഉത്തർ ഭാരത് में उपलब्ध व्यंजनों की भी ദുർഗതി ഹോ രഹി ഹൈ. ഉത്തർ ഭാരത് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങൾ, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ പോലും ഇപ്പോൾ ദുർഗതിയാണ്. അതും ഇപ്പോൾ നന്നായിട്ട് കിട്ടാൻ വഴിയില്ല. സമോസയും ഇത് പൂരിയും കച്ചോറിയൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ജിലേബി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഗായബായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഇപ്പോൾ കിട്ടാൻ വഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആചരൺ നെഹി की पहले उत्तर भारत में जो चीज़ें गली मोहल्लों की दुकानों में आम हुआ करती थी. ഇപ്പോൾ പണ്ട് ഗലി മൊഹല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഊട് വഴിയും ഇടവഴിയൊക്കെ ഉള്ള ചെറിയ ഗലികളിൽ, ചെറിയ വഴികളിൽ, ചെറിയ സ്ഥലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന, അവിടെയുള്ള ഷോപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ വലിയ ഉനെ അബ് ഖാസ് ദുക്കാനവുമേ തലാശ ജാത്താ ഹെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ അവിടെ നിന്ന് ആരും കഴിക്കുന്നില്ല. അങ്ങനെ അവിടെ കിട്ടാനും വഴിയില്ല. ഇപ്പോൾ മെയിനായിട്ടുള്ള വലിയ ഹോട്ടലുകളിലും സ്ഥലങ്ങളിലൊക്കെയാണ് അത് കിട്ടുന്നുള്ളൂ. അപ്പോൾ യഹ് ഭി ഏക് കടുവാ സച്ച് ഹെ कि कई स्थानीय व्यंजनों को हमने तथाकथित आधुनिकता के चलते छोड़ दिया है. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഒരു ബിറ്റർ സച്ച് അല്ലെങ്കിൽ ഒരു കഴിക്കുന്ന സത്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്ഥാനീയ വ്യഞ്ജനം അല്ലെങ്കിൽ ലോക്കൽ ഫുഡ്സിന് എന്ത് ചെയ്തു? നമ്മൾ ഈ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഈ മോഡേൺ ആയപ്പോൾ അതിനെല്ലാം നമ്മൾ ചോദ്യ എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഓർ പശ്ചിം കി നക്കൽമേ, പശ്ചിം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഫുഡിനെ അനുകരിക്കുന്നു. നക്കൽ കർണ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. നക്കൽ മേ ബഹുത് സി ഏസി ചീസ് അപ്നാ ലി ഹെ. അങ്ങനെ വെസ്റ്റേൺ ഫുഡിൽ പല സാധനങ്ങളും നമ്മൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ബർഗർ, പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളല്ല, കോക്കും കാര്യങ്ങളും. ജോ സ്വാസ്ഥ്യ ഓർ സർസത്ത के मामले में हमारे बहुत अनुकूल नहीं है. നമ്മൾക്ക് അനുകൂലമല്ലെങ്കിൽ പോലും അതോ സ്വാദിൽ അനുകൂലമല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് അനുകൂലമല്ല, നമ്മുടെ ടേസ്റ്റിന് അനുകൂലമല്ല. എന്നിരുന്നിട്ടും നമ്മൾ ലോക്കൽ ഫുഡിനെല്ലാം അവോയ്ഡ് ചെയ്ത് മോഡേൺ ഫുഡുകൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹോ യഹ് രാ ഹൈ. അതുകൂടാതെ എന്ത് നടക്കുന്നു? कि खान पान की मिश्रित संस्कृति में हम कई बार चीज़ों का असली और अलग स्वाद नहीं ले पा रहे. അപ്പോൾ മിശ്രിത് ഖാന, നമ്മൾ പല സ്ഥലത്തുള്ള പല മിക്സ് ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത്. ചില ട്രഡീഷണൽ ഫുഡ്, അതുപോലെ തന്നെ ചില വെസ്റ്റേൺ ഫുഡ്, അങ്ങനെ എല്ലാമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഫുഡിൻ്റെയും അസ്ലി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ അതിൻ്റെ അലഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ സ്വാദൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. अक्सर प्रीति भोजों और पार्टियों में एक साथ ढेरों चीज़ रख दी जाती है. അക്സർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒട്ടുമിക്കവാറും പ്രീതി ഭോജ് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹ വിരുന്നുകളിൽ, അതുപോലെ തന്നെ പാർട്ടികളിൽ ഏക് സാത്ത് ഒരു സമയം തന്നെ ഒരുപാട് സാധനം വെക്കുന്നു കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഉൻകാ സ്വാദ് ഗഡ്മഡ് ഹോരത്ത. അപ്പോൾ അതിൻ്റെ എല്ലാം സ്വാദ് വേറെയാണ്, പക്ഷേ നമ്മളെല്ലാം കൂടി കഴിക്കുമ്പോൾ അതെല്ലാം മിക്സ് ആവും. ഖാൻ പാൻ की मिश्रित या विविध संस्कृति हमें कुछ चीज़ें चुनने का अवसर देती है. നമുക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് അതിൻ്റെ സ്വാദ് അറിഞ്ഞ് കഴിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഹം ഉസ്കാ ലാഭ് പ്രായ നഹി ഉഠാ പാ രഹേ. നമ്മൾ അങ്ങനെ കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കുന്നില്ല. എന്താ ചെയ്യുന്നത്? ഹം അക്സർ ഏക് ഹി പ്ലേറ്റ് മേ, ഒരേ പ്ലേറ്റിൽ തന്നെ പല ഫുഡും വെച്ച് കഴിക്കുന്നു. അപ്പോൾ हम अक्सर एक ही प्लेट में कई तरह के और कई बार बिल्कुल विपरीत प्रकृति वाले व्यंजन परोस लेना चाहते हैं. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാതെ ഒരു പ്ലേറ്റിൽ തന്നെ എല്ലാം മിക്സ് ആയിട്ട് ഇടുന്നു.
പല ടൈപ്പുള്ള, അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ചില ഫുഡുകൾ ബിൽക്കുൽ വിപരീത് പ്രകൃതി വാലെ കംപ്ലീറ്റ് നേച്ചറുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള വിരുദ്ധമായ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നേച്ചറുള്ള ഭക്ഷണം വരെ നമ്മൾ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ മിക്സായിട്ട് കഴിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഒരു ഭക്ഷണത്തിൻ്റെയും അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ശരിക്കും ടേസ്റ്റും അതിൻ്റെ രുചിയൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതങ്ങനെ കഴിക്കുന്നു. इसलिए खान पान की जो मिश्रित विविध प्रकृति ബനി ഹെ, അതുകൊണ്ട് ഇപ്പോൾ ഈ മിശ്രിത് വിവിധ് പ്രകൃതി, അതായത് പല മിക്സായിട്ടുള്ള എല്ലാ മിക്സായിട്ടുള്ള ഈ ഫുഡുകൾ കഴിക്കുന്നത് എന്താ ലേഖകൻ പറയുന്നത്, ഓർ ലഗ് റാ ഹെ, എനിക്ക് തോന്നുന്നത് ഈ ഓർ അധിക് വികസിത് ഹോനെ വാലി ഹെ, ഈ മിക്സായി കഴിക്കുന്ന ഈ നേച്ചർ, ഈ രീതി ഇനിയും അങ്ങനെ തന്നെ ആവാൻ പോവുകയാണ്. പക്ഷേ ഉസേ തരസെ ജാഞ്ചന ജറൂരി ഹെ, നമ്മൾ നോക്കിയും കണ്ടും കഴിക്കണം എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഈ പാഠം. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ്